നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മാർച്ച് 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു മാസം 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 1-ാം തീയതി ശുക്രൻ മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 26-ന് ശുക്രൻ വീണ്ടും മേടം രാശിയിലേക്ക് പോകുന്നു. 15-ന് സൂര്യൻ മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 3-ലാണ്, ശനിയും ശുക്രനും 12-ൽ. എന്നാൽ 11-ൽ 4 ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് സൂര്യൻ 15-ാം തീയതിയോടുകൂടി 12-ലേക്ക് പോകും. അപ്പോൾ 15-ാം തീയതി വരെ സൂര്യൻ 11-ൽ, ചൊവ്വ 11-ൽ ഈ മാർച്ച് മാസം മുഴുവനും, അതുപോലെ തന്നെ ബുധൻ 11-ൽ, രാഹു 11-ൽ, 5-ൽ കേതു. അപ്പോൾ സ്വാഭാവികമായും ഈ മാസത്തിൽ വരുമാനത്തിൻ്റെ കാര്യത്തിൽ മേടം രാശിക്കാർ, അതായത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗക്കാർക്ക് വലിയ ദോഷം കാണുന്നില്ല. ചിലവ് വർദ്ധിച്ചിരിക്കും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. പ്രത്യേകിച്ചും ആഡംബരമായ കാര്യങ്ങൾക്ക്, ആഭരണങ്ങൾക്ക്, അതുപോലെ തന്നെ വസ്ത്രങ്ങൾക്ക്, വിലപിടിപ്പുള്ള വീട്ടുപകരണങ്ങൾക്ക്, വീട് മോടി പിടിപ്പിക്കുന്നതിൽ, വാഹനം വാങ്ങുന്നതിൽ, വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ മനോഹരമാക്കുന്നതിൽ, പൊതുവെ ആകർഷകമാക്കുന്നതിനും സൗന്ദര്യവത്കരണത്തിനും വേണ്ടി പണം ധാരാളമായി ചിലവഴിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന് തക്കവണ്ണമുള്ള പണം ഇവരിലേക്ക് വന്നു ചേരുമെന്നും കാണുന്നു. ജന്മലഗ്നാധിപൻ കൂടിയായ ചൊവ്വയും, അതുപോലെ തന്നെ 5-ാം ഭാവാധിപനായ സൂര്യനും, അതുപോലെ തന്നെ 3-ഉം 6-ഉം ഭാവാധിപനായ ബുധനും രാഹുവും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ സ്ഥിരോത്സാഹം, കഠിനാധ്വാനം, ഈശ്വരാനുഗ്രഹം, ഇതെല്ലാം തന്നെ 11-ാം ഭാവത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ അവർ പ്രതീക്ഷിച്ച വരുമാനം എന്തായാലും ഉണ്ടാവും. മാത്രമല്ല ധനകാരകനായ 9-ാം ഭാവാധിപൻ കൂടിയായ വ്യാഴം ഈ 11-ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഗ്രഹങ്ങളുടെ ദോഷാവസ്ഥകളെ പരിഹരിക്കുകയും ചെയ്യും. സാമ്പത്തിക കാര്യത്തിൽ വലിയ ദോഷമൊന്നും മാർച്ച് മാസത്തിൽ സ്വാഭാവികമായും ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടണമെന്നില്ല. മാത്രമല്ല ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കും. പുതിയ വസ്ത്രമോ, പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ, പുതിയ വീട്ടുപകരണങ്ങളോ, വീട് മാറ്റമോ, വീട് മോടി പിടിപ്പിക്കലോ, വീട് പുതിയത് വാങ്ങലോ, ഭൂമി വാങ്ങലോ ഒക്കെ സംഭവിക്കാം ഈ മാസത്തിൽ. അതുപോലെ തന്നെയാണ് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര, വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല തീരുമാനം, പുത്രപൗത്രാദികൾക്ക്, സന്താനങ്ങൾക്ക് വളരെ ഗുണകരമായ അവസ്ഥ, മൂത്ത കുടുംബത്തിലെ കാരണവസ്ഥാനത്തുള്ളവരുമൊത്ത് സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള മനോഭാവം. എന്നാൽ കാരണവസ്ഥാനത്തുള്ളവർക്കോ മൂത്ത ജ്യേഷ്ഠ സഹോദരനോ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതുപോലെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ശാരീരിക അവശത എന്ന് പറയാൻ പ്രധാനമായും അവർക്ക് വാദസംബന്ധമായ അസുഖമോ ഉദര സംബന്ധമായ രോഗമോ ഉണ്ടാകാനുള്ള സാധ്യത ഈ മാസത്തിൽ കാണുന്നുണ്ട്. ഓരോ ആഴ്ചയിലും അത് ചില്ലറ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമെങ്കിലും പൊതുവേ മാർച്ച് മാസത്തിൽ ശാരീരിക അവശത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഉദരത്തിൽ പുളിച്ചിത്ത കെട്ടലിൻ്റെ, അതായത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ പൈൽസ്, ഫിസ്റ്റുല പോലുള്ള മലബന്ധ സംബന്ധമായ കാര്യങ്ങൾക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളോ ഒക്കെ തന്നെ ഈ മാസത്തിൽ ബാധിക്കാവുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ സഹോദരന്മാർക്ക് സഹായിക്കും എന്ന് കാണുന്നു. അതുപോലെ തന്നെ തിരിച്ചും സഹായമുണ്ടാകും. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ഉത്സാഹവും താല്പര്യവുമൊക്കെ ഉണ്ടാകും. ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള മനോധൈര്യവും കാര്യങ്ങളുമൊക്കെ ഇവർക്ക് എന്തായാലും ഈ ഒരു മാസത്തിലുണ്ടാകും. എന്നാൽ ഈ ഒരു മാസത്തിൽ പലപ്പോഴും ഇവർക്കുണ്ടാകാവുന്നത് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ചില അവഗണനകളാണ്. പ്രത്യേകിച്ചും തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവലോകനങ്ങളിൽ, വിമർശനങ്ങളിൽ ഒക്കെ വല്ലാതെ മനസ്സ് നോവും എന്ന് കാണുന്നുണ്ട് മേടക്കൂറിൽപ്പെട്ടവർക്ക്. എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുമെങ്കിലും അത് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലല്ല, പ്രത്യേകിച്ചും അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ, വീടുമായി ബന്ധപ്പെട്ട് ഈ മേടക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് അവരുടെ ഭർത്താവിൻ്റെ വീടുകാരുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ മേടക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ ഒക്കെ ചില മംഗളകാര്യങ്ങളിലോ മറ്റു പ്രവർത്തനങ്ങളിലോ ഒക്കെ ഇടപെടുമെങ്കിലും ഒടുവിൽ ഇവർക്ക് അപഹാസ്യമോ വിമർശനമോ കേൾക്കേണ്ടി വരുമെന്നുള്ള കാര്യം മറക്കുന്നില്ല. അതുപോലെ തന്നെ അനാരോഗ്യം, പാഴ്ചിലവുകൾ ഇതുമുണ്ടാവും. ചില കാര്യങ്ങളിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക വഴി ഇവർക്ക് അപഹാസ്യരാകേണ്ടി വരും ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ. അതുപോലെ തന്നെയാണ് ഇവർക്ക് ത്വക്ക് സംബന്ധമായ അസുഖമോ മനോവിഷമം, വ്യഥ, ഇവരുടെ വൃഥ, അതായത് യാതൊരു കാരണവും കൂടാതെയുള്ള ചില മനോവിഷമങ്ങളിൽ അടിപ്പെടുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസത്തിൽ അനുഭവിക്കാനിട. സാമ്പത്തിക ദോഷം കാണുന്നില്ല. പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വിജയവും മികവും സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിലും
വിമർശനങ്ങളും അപഹാസ്യതകളും കേൾക്കേണ്ടി വരുമെന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര ഗുണകരമായി കാണുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുന്നു. കുറച്ച് തടസ്സങ്ങളും പ്രശ്നങ്ങളും മനോവിഷമങ്ങളെയൊക്കെ അതിജീവിച്ചതിന് ശേഷമായിരിക്കും വിവാഹക്കാര്യത്തിലും അനുകൂല തീരുമാനമൊക്കെ ഉണ്ടാകുക. ഇവരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4 ഉച്ചകഴിഞ്ഞ് 5, 6, 7 അതുപോലെ 4, 5, 6, 7, 8, 9 രാവിലെ 9:30 വരെ, 9-ാം തീയതി രാവിലെ 9:30 വരെയും ശേഷം 14-ാം തീയതി രാവിലെ 9:45 കഴിഞ്ഞ് 15, 16 സന്ധ്യ വരെ, 16 സന്ധ്യയ്ക്ക് ശേഷവും 17, 18 നല്ലതാണ്. അത് കഴിഞ്ഞാൽ 21, 22, 25, 26, 27 രാവിലെ 9:45 വരെയും ഇവർക്ക് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോജനമുള്ള ഒരു മാസമാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടത്തിനും പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിജയമുണ്ടാകുന്നതിനും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടുന്നതിനും പുതിയ ജോലി സ്വീകരിക്കുന്നതിനും വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കച്ചവടമോ മറ്റ് ഏജൻസി പ്രവർത്തനങ്ങളോ നാട്ടിൽ നടത്തുന്നതിനുമൊക്കെയുള്ള കാര്യങ്ങൾ വളരെ അനുകൂലമായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. പലപ്പോഴും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാവുന്ന ഒരുപാട് കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഇവർക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുന്നു. ജലവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന തൊഴിലോ പ്രവർത്തനങ്ങളോ വളരെ ഗുണകരമായി മുന്നോട്ട് പോകുമെന്ന് കാണുന്നു. സ്ത്രീകൾക്ക് പുതിയ സൗന്ദര്യവർദ്ധക സംബന്ധമായ വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ലാഭമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പുരുഷന്മാർക്കായാലും അവരുടെ കലാപ്രവർത്തനങ്ങൾ, പെർഫോമിംഗ് ആർട്ടുകൾ, ഇതിലൊക്കെ തന്നെ ഗുണം ഉണ്ടാകുന്നതായി കാണുന്നു. തങ്ങളുടെ അഭിലാഷങ്ങൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുകയും അതിൽ നിന്ന് വിജയമുണ്ടാവുകയും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് പൊതുവെ കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നു. പ്രണേതാക്കൾക്കും ഇത് വളരെ ഗുണകരമാണ്. അവരുടെ കുറേ നാളത്തെ ആഗ്രഹങ്ങൾ സാഫല്യമടയുന്നതായിട്ടാണ് കാണുന്നത്. ധനപരമായി ലോട്ടറി വരെ ഇവർക്ക് അടിക്കാനുള്ള വളരെ വലിയ യോഗം മാർച്ച് മാസത്തിൽ കാണുന്നുണ്ട് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് അത്തരം ശ്രമങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക. ലോട്ടറി എടുക്കുക, ഇവർക്ക് ധാരാളം ഗുണം കിട്ടും. പ്രവർത്തനങ്ങളിൽ ഇതുവരെ കാണാത്തൊരു മികവ് ഇവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. മേലധികാരികളുമായി തർക്കമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാമെങ്കിൽ പോലും തങ്ങളുടെ നില ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയും നീതി ഇവരുടെ ഭാഗത്തുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വമ്പിച്ച പിന്തുണ ഇവർക്കുണ്ടാകുന്നു. സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നു. തങ്ങൾക്കറിയാവുന്ന കഴിവുകൾ കൃത്യമായി നീതിപൂർവ്വം ചെയ്യാൻ സാധിക്കുന്നു ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം. അന്യഭാഷ സംസാരിക്കുന്നവരും കൂടുതൽ ക്രിയേറ്റീവായി പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ തന്നെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അന്യഭാഷയുടെ സ്വാധീനം കൊണ്ട് വളരെ വലിയ വിജയം ഈ മാസത്തിൽ ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാം. ത്വക്ക് സംബന്ധമായ രോഗമോ അലർജി അസുഖമോ വഴിവിട്ട ചില ബന്ധങ്ങളോ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ മാനസികമായോ ശാരീരികമായോ ഇവരെ ശല്യപ്പെടുത്തില്ല എന്നുകൂടി ഉറപ്പ് പറയുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. ഈശ്വരാധീനം ശക്തമായി ഇവരോടൊപ്പമുണ്ട്. രോഗസംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് ഏറ്റവും പ്രധാനം ജ്യേഷ്ഠ സഹോദരന്മാർക്കത്ര നല്ലതല്ല. പ്രത്യേകിച്ചും പ്രമേഹ സംബന്ധമായ രോഗങ്ങളുള്ളവർ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവർക്കും പാദങ്ങളിൽ, കാൽമുട്ടുകളിലൊക്കെ അസുഖമുണ്ടാകാം. വെരിക്കോ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ, മാതാവിനും ശാരീരികമായ ആവശ്യതയുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണമെന്നും കാണുന്നു ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. ഇവർക്ക് മാർച്ച് മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി നല്ലതാണ്. ശേഷം 6 രാത്രി 10 മണി കഴിഞ്ഞ് 7, 8, 9, 10, 11 തീയതികളും, അത് കഴിഞ്ഞാൽ പിന്നെ 16 സന്ധ്യയ്ക്ക് ശേഷം 17, 18 ദിവസങ്ങളും, 17, 18, 19, 20 ദിവസങ്ങളും, ശേഷം 23, 24, അത് കഴിഞ്ഞാൽ 27 രാവിലെ 9:45 കഴിഞ്ഞ് 28, 29 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ളതായിട്ടാണ് കാണുന്നത്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് വളരെ ശക്തമായ ചേഞ്ച് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. മാറ്റമുണ്ടാകുന്നു. കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് വഴി കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതുവരെ കാണാതിരുന്ന ചില കഴിവുകൾ, അതുവരെ
പ്രകടിപ്പിക്കാതിരുന്ന ചില കഴിവുകൾ ഏറ്റവും നന്നായി ഈ മാസം ഇവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. കഴിഞ്ഞ കുറേ കാലമായി തടയപ്പെട്ടിരുന്ന സാമ്പത്തിക വരവ് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായി കൃത്യപൂർണ്ണതയില്ലാതെ വന്നുകൊണ്ടിരുന്ന വരവിന് ഒരു മാറ്റമുണ്ടാകുന്നു, അതിനൊരു പൂർണ്ണതയുണ്ടാകുന്നു. അരിയേഴ്സ് കിട്ടാനുള്ളത് ബാക്കി കിട്ടുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കച്ചവടമോ ജോലിയോ തരപ്പെടുന്നു, അതുപോലെ അതിലെ തടസ്സങ്ങൾ മാറുന്നു. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യത്തിൽ പ്രത്യേകിച്ചും വിദേശത്ത് മിഥുനക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്ത്രീകളാൽ സഹായമുണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ മിഥുനക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാരാലും സഹായമുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. വലിയ ചില ആശയങ്ങൾ ആവിഷ്കരിക്കുക വഴി മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള അവസ്ഥയുണ്ടാകുന്നു. എന്നാൽ സൂക്ഷിക്കുക, മിഥുനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൻ്റെ ഏതാണ്ട് 3/4 ദിവസങ്ങളോളം, അതായത് സിംഹഭാഗവും ഏകദേശം 25-ാം തീയതി വരെ അവരുടെ കർമ്മരംഗത്ത് സ്ത്രീകൾ മുഖേന എന്തെങ്കിലും തടസ്സമോ വിമർശനങ്ങളോ ഉണ്ടാകാം. ചിലപ്പോൾ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ ചില സ്ത്രീ മേലധികാരികൾ ഇടപെടുകയും ചില മാറ്റങ്ങൾ വേണമെന്ന് ശഠിക്കുകയും ഒക്കെ ചെയ്യാം. അത്തരം ചില കാര്യങ്ങൾ ചിലപ്പോൾ സഹിക്കേണ്ടി വരും. മേലധികാരി സ്ത്രീ ആയതുകൊണ്ടോ പുരുഷനായതുകൊണ്ടോ കീഴ് ജീവനക്കാർ അവരുടെ വാക്കുകൾ കേൾക്കരുത് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ ചിലപ്പോൾ ഇത് വിത്തൗട്ട് എനി റീസൺ, ഒരു കാരണവും ഇല്ലാതെ ചിലപ്പോൾ ചില ഭർസനങ്ങളോ വിമർശനങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത അസ്ട്രോളജിക്കലി കാണുന്നത് കൊണ്ട് പറയുന്നതാണ്, അല്ലാതെ മറ്റ് ലിംഗഭേദ സംഭവങ്ങളൊന്നും പറയുന്നതല്ല. അതുകൊണ്ട് സ്വാഭാവികമായും പുരുഷ നക്ഷത്രക്കാർ അതായത് മിഥുനക്കൂറിലെ പുരുഷ നക്ഷത്രക്കാർ സ്ത്രീകളോട് ഇടപഴകുമ്പോൾ പ്രത്യേകിച്ചും തൊഴിൽ സ്ഥലത്ത് അങ്ങേയറ്റത്തെ ജാഗ്രത പാലിക്കുക. എന്നാൽ 26-ന് ശേഷം മാർച്ച് അവസാനത്തിനകം 31-നകം ആ 5 ദിവസത്തിൽ നല്ല സാമ്പത്തികമായ വരവ് ഇവരിലേക്ക് വരാനൊരു സാധ്യതയുണ്ട്. ഇതേ വ്യക്തികൾ തന്നെ, തങ്ങളെ അപഹസിച്ചിരുന്നവർ തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തുകയും മറ്റുള്ളവർക്ക് ഈ മിഥുനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാരെ കൂടുതലായി പിന്താങ്ങുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആദ്യം കഴിക്കുന്ന അവസ്ഥ പിന്നെ മധുരിക്കുന്നതായി മാറുന്നത് മനസ്സിലാക്കണം മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. പുതിയ വാഹനം വരിക, വീടുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ ഉണ്ടാവുക, പുതിയ വസ്ത്രം ലഭിക്കുക, പുതിയ വീട്ടുപകരണങ്ങളോ IT വസ്തുക്കളോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ലഭിക്കുക തുടങ്ങിയവ കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം നന്നായിട്ടുണ്ട്, പ്രവർത്തനങ്ങളിലുണ്ട്. പിതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര, പഠനത്തിന് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയിട്ടുള്ള യാത്രയിലെ തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യത പ്രകടമാണ്. കഫപ്രകൃതി ഉള്ളവർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ആശുപത്രിവാസം വേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ച് മാർച്ച് മാസത്തിലെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസങ്ങൾ തൊട്ട് ഏതാണ്ട് മാർച്ച് പകുതി വരെയുള്ള സമയത്ത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. പിതാവിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നമുണ്ടാകാം. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്ത് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഭാരമുള്ള വസ്തുക്കളാലോ മൂർച്ചയുള്ള വസ്തുക്കളാലോ ഒക്കെ ക്ഷതം സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസത്തെ താരതമ്യേന നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2, 3, 4 ഉച്ചവരെ, അത് കഴിഞ്ഞാൽ പിന്നെ 9 രാവിലെ 9:30-ക്ക് ശേഷം 10, 11, 12, 13, 14 രാവിലെ 9:45 വരെ, അത് കഴിഞ്ഞാൽ പിന്നെ 19, 20, 21, 22, 25, 26, 27, 29 ഉച്ച കഴിഞ്ഞ് 30, 31 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തേക്കാൽ ഭാഗം പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. മാർച്ച് മാസം ഈ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനത്തിൻ്റെ മാസം, പ്രത്യേകിച്ചും ദേവീ കടാക്ഷത്തിൻ്റെ മാസം എന്ന് തന്നെ പറയാം. വരവ് നന്നായി ഉണ്ടാകുമെങ്കിലും അതിൻ്റെ ഇരട്ടി ചിലവുണ്ടാകുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഇവർക്ക് ധാരാളം സമ്പാദിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് മാർച്ച്. കാര്യങ്ങളിൽ കുറച്ചുകൂടി പിടുത്തം വരുന്നു. പ്രത്യേകിച്ചും സാമ്പത്തിക ക്രമീകരണത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് കുറച്ചുകൂടി മുൻകൈ എടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ച് ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിലും ഉദ്യോഗത്തിൻ്റെ കയറ്റത്തിന് വേണ്ടിയോ ഉദ്യോഗം ലഭിക്കുന്നതിനോ വേണ്ടിയോ നടത്തുന്ന പരീക്ഷകളുടെ ഭാഗമായുമൊക്കെ തന്നെ ചില പുരോഗതികൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര തടസ്സപ്പെട്ടിരുന്നത് മാറുന്നു.
ചില അനാരോഗ്യ പ്രശ്നങ്ങൾ മൂലം മനസ്സ് വൃഥാ വിഷമിച്ചിരുന്നതും പ്രവർത്തനങ്ങളിൽ ഒരു മന്ദഭാവം ഉണ്ടായിരുന്നതുമൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. ഔത്സുക്യം വർദ്ധിക്കുന്നു, ഉത്സാഹം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ കർമ്മമേഖല കൂടുതൽ പുഷ്ടിപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാൻ സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് യാത്ര ചെയ്യാം. പുതിയ മനോഭാവത്തിന് ഉടമയായി മാറാം. പുതുവസ്ത്രം ലഭിക്കാം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ലഭിക്കാം. അതുപോലെ തന്നെ വീടിൻ്റെ അന്തരീക്ഷം മാറാം, കുറച്ചുകൂടി മനസ്സിന് ഇഷ്ടപ്പെട്ട സൗന്ദര്യാത്മകമായ ഒരു പ്രദേശത്തേക്ക് മാറാം. കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട അന്തരീക്ഷം സ്വന്തം മുറിയിൽ ഒരുക്കാനുമൊക്കെ ഇവർക്ക് സാധിക്കും. നല്ല ആസ്വാദ്യതയേറിയ ഒരു മാസമായിട്ടാണ് അത് കലാപ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ശരി, അല്ലെങ്കിൽ അവരവർക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരായാലും ശരി, അതതു മേഖലകളിൽ നിന്ന് അവർക്ക് ആനന്ദം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ മാർച്ച് മാസത്തിൽ കാണുന്നുണ്ട്. ശാരീരികമായി ചില ആവശ്യങ്ങൾക്ക്, ചില അവശതകൾക്ക് ആശുപത്രി വാസമോ അതിനുവേണ്ടി പണം മുടക്കേണ്ടി വരികയോ ചെയ്യും എന്ന കാര്യവും തള്ളിക്കളയുന്നില്ല. കാരണം അത്തരമൊരവസ്ഥയും കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. പ്രധാനമായും മുഖരോഗങ്ങളോ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളോ ഇവരെ ബാധിക്കാം. കഫപ്രകൃതിയാണ് പൊതുവെ ഈ കർക്കിടകക്കൂറുകാർക്ക്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും ഒന്ന് സീരിയസ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. വലിയ ഗൗരവമുള്ള അവസ്ഥ അല്ലെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും കുറച്ച് മെഡിക്കേഷൻ വേണ്ടി വന്നേക്കാം. ശാരീരികമായ അവശത മാത്രമല്ല, കർക്കിടകക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ദാമ്പത്യ സംബന്ധമായ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്കാണെങ്കിൽ അവരുടെ തന്നെ ആരോഗ്യനില പ്രത്യേകമായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗത്തെന്തെങ്കിലും കുഴപ്പങ്ങളുള്ള പ്രായാധിക്യമുള്ള വ്യക്തികളാണ് കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷന്മാരുമെങ്കിൽ അവർ അവരുടെ ആരോഗ്യനില കൃത്യമായി പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതിൽ യാതൊരു ഉഴപ്പും വരുത്തരുത് എന്ന് പറയുന്നു. അതുപോലെ മറ്റ് ചെറുപ്പക്കാർ മുതലൊക്കെ ഉള്ളവർ വാഹനം സൂക്ഷിച്ചോടിക്കണം. ജിമ്മിൽ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം. ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളുമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇവരുടെ പിതാവിന് ശാരീരികമായ അവശത ഉണ്ടാകുന്നതായും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി നല്ല ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 4 ഉച്ച കഴിഞ്ഞ് 5, 6 രാത്രി 10 വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 12, 13, 14, 15, 16 സന്ധ്യ വരെയും, അത് കഴിഞ്ഞാൽ 21, 22, 23, 24 ശേഷം 27 രാവിലെ 9:45 ശേഷം 28, 29 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ വരവിന് വലിയ ദോഷമൊന്നും കാണുന്നില്ല. പക്ഷേ കൃത്യമായ ക്രമീകരണങ്ങളുടെ അഭാവം കൊണ്ട് കാശ് വന്നാലും അല്ലെങ്കിൽ പണം വന്നാലും അത് കയ്യിൽ നിൽക്കുകയോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വേണ്ട കാര്യങ്ങൾക്ക് നല്ല കൃത്യതയോടുകൂടി ഉപയോഗിക്കാൻ സാധിക്കാതെയോ വരുന്ന അവസ്ഥ ഈ ആഴ്ചയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാനാവിധത്തിലുള്ള ചിലവുകൾ വന്ന് കയറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ചിലവുകൾക്കൊരു ക്രമീകരണം നടത്താത്തതിൻ്റെ പേരിൽ ചില വഴക്കുകളോ പ്രശ്നങ്ങളോ ജീവിത പങ്കാളിയുമായിട്ടുണ്ടാകാം. ചിലപ്പോൾ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായി വരാം. കണ്ണുകൾക്ക് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെയും കണ്ണിനോ ഹൃദയത്തിനോ ഞരമ്പിനോ പ്രശ്നമുണ്ടാകാം. നേരത്തെ തന്നെ ഇത്തരം അസുഖം ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. സ്കിന്നിന് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ കൂടുതലായി പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായോ അകന്നു നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ അഷ്ടമത്തിലെ ശുക്രൻ ഉച്ചനായി നിൽക്കുന്നതിനാൽ അനവസരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവർക്ക് ധാരാളമായി പണം വന്നു ചേരുമെന്നും കാണുന്നു. തങ്ങളുടെ തന്നെ പ്രവർത്തനങ്ങളുടെ മികവ് കൊണ്ട് അല്ലെങ്കിൽ മുമ്പ് കിട്ടാനുണ്ടായിരുന്ന പല മിച്ച പണങ്ങളുമൊക്കെ ഒരുമിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ മുമ്പുണ്ടായിരുന്നത് മാറുന്നതായി കാണുന്നു. പൊതുവെ കാര്യങ്ങൾക്കൊരു ഒഴുക്കുണ്ടാകുന്നു. തടസ്സമെല്ലാം മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ പുരുഷ നക്ഷത്രക്കാർക്ക്, ചിങ്ങക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ മുഖേനയും അതുപോലെ ചിങ്ങക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാർ മുഖേനയും സഹായമുണ്ടാകുന്നതായി കാണുന്നു. സാമ്പത്തികമായി വലിയ ദോഷമില്ല. എന്നാൽ ശരീരത്തിൽ മുറിവ്, ചതവ്, എല്ലുകൾക്ക് ദോഷം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉയരങ്ങൾ കയറുമ്പോൾ ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സാഹസിക കർമ്മങ്ങൾ എന്ന് നിർവചിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ തന്നെ ഒരു ശ്രദ്ധയും ഒരു അവധാനതയും വേണം എന്ന് കൃത്യമായി ഇവരോട് പറയേണ്ടിയിരിക്കുന്നു. കണ്ണുകൾക്ക് ദോഷമുണ്ടാകാം. ജീവിത പങ്കാളിക്കും ശാരീരികമായ അവശതകൾ കാണുന്നുണ്ട്.
എന്നാലും ഈശ്വരാധീനം ഇവരുടെ കൂടെയുണ്ട്. ധനപരമായ കാര്യത്തിൽ ഈശ്വരാധീനമുണ്ട്. അതുപോലെ തന്നെ ഇവരെ സഹായിക്കുന്ന സന്താനത്തിൻ്റെ കാര്യങ്ങൾ, ഇവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സന്താനങ്ങൾ ആരോഗ്യ സംബന്ധമായി പുരോഗതിയിലേക്ക് പോകുകയും അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും പുതിയ ജോലി കിട്ടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2, 3, 4 ഉച്ചവരെ, ശേഷം 6 രാത്രി 10 മണി കഴിഞ്ഞ് 8, 9 രാവിലെ 9:30 വരെ, അത് കഴിഞ്ഞാൽ പിന്നെ 14 രാവിലെ 9:45 കഴിഞ്ഞ് 15, 16, 17, 18 ദിവസങ്ങളും, പിന്നെ 23, 24, 25, 26, 27 രാവിലെ 9:45 വരെയും, ശേഷം 29 ഉച്ച കഴിഞ്ഞ് 30, 31 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം ചിത്രയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രവർത്തനങ്ങൾ ഈ മാസം എല്ലാം കാര്യക്ഷമമായി മുന്നോട്ട് പോകണം. പുതിയ ആശയങ്ങളും പുതിയ ആവിഷ്കാരങ്ങളുമൊക്കെ ഇവരുടെ കർമ്മരംഗത്തെ കുറച്ചുകൂടി പ്രകാശമാനമാക്കുന്നു എന്ന് വേണം ചിന്തിക്കാൻ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിൽ സാമ്പത്തികമായ സുരക്ഷ ഇവർക്കുണ്ടാകുമെന്ന് വേണം ചിന്തിക്കാൻ. അതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതയിൽ നിന്ന് മോചനം ഈ മാർച്ച് മാസത്തിൽ താൽക്കാലികമായിട്ടെങ്കിലും കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മോചനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. തടസ്സം നിന്നിരുന്ന പ്രവർത്തനങ്ങൾ അനായാസം മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും സാമ്പത്തികം ഉണ്ടാക്കുവാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അത് ചില ഇടനിലക്കാരായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ താൽക്കാലികമായി കിട്ടുന്ന ചില കോൺട്രാക്റ്റ് പണികളോ, അതൊക്കെ തന്നെയും വിജയകരമായി പൂർത്തിയാക്കാനും അതിൽ നിന്ന് സാമ്പത്തികമായി ഇവർക്ക് വരുമാനം ഉണ്ടാകുന്നതായും കാണുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ഇവരെ അലട്ടിയിരുന്ന ആലസ്യത്തിൽ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഉദരരോഗം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ക്ഷീണിതാവസ്ഥ, ഇതെല്ലാം തന്നെ മാറുന്നതായിട്ടാണ് കാണുന്നത്. തങ്ങൾക്ക് അറിയാവുന്ന കഴിവുകൾ ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ അവസരം മാർച്ച് മാസത്തിൽ ഇവർക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രകാശമാനമാകുന്നു, കൂടുതൽ ആക്റ്റീവാകുന്നു. ഇവരുടെ കർമ്മമേഖല, സാമ്പത്തിക നേട്ടം അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നു. പൊതുവേ കർമ്മരംഗത്ത് മനസ്സർപ്പിച്ച് പുതിയ മാറ്റങ്ങൾ വരുത്തുന്നതിനാൽ ആളുകൾക്ക് ഇവരുടെ പ്രവർത്തനങ്ങളോട് വലിയ ആത്മാർത്ഥതയും വിശ്വാസവും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ലാഭം ഇവരിലേക്ക് വന്നു ചേരുന്നു. കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടതായി വരാം. ചില സംശയങ്ങളുടെയും അതുപോലെ തന്നെ വിമർശനങ്ങളുടെയും പേരിൽ ചിലപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചില നിഴലുകൾ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ അകന്നു നിൽക്കുക, താൽക്കാലികമായ ചില പിണക്കങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ സാധ്യതകൾ കാണുന്നു. വിവാഹത്തിൻ്റെ സാധ്യത വർദ്ധിക്കുന്നു, പ്രണയത്തിൻ്റെ സാധ്യത വർദ്ധിക്കുന്നു. വിവാഹം കഴിക്കുന്നവർക്ക് പോലും വേറെ ചില വിവാഹം കഴിച്ച് ദമ്പതികളായി ജീവിക്കുന്ന കന്നിക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് വേറെ ചില ബന്ധങ്ങളുണ്ടാകാം. അതുപോലെ സ്ത്രീ നക്ഷത്രക്കാർക്കും ഇതിന് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാവുന്നതല്ല കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. രോഗസംബന്ധമായ അവസ്ഥകൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ തുടയലിൻ്റെ ഭാഗത്തിനും നട്ടെല്ലിൻ്റെ ഭാഗത്തിനും മൂലാധാര പ്രദേശത്തും അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അഗ്നി, തീ, അഗ്നി, ഇലക്ട്രിസിറ്റി, ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, ഇരുമ്പ് മുതലായ ഉപകരണങ്ങൾ കൊണ്ടുള്ള ഭാരമുള്ള വസ്തുക്കളോടൊക്കെ പെരുമാറുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസത്തിലെ താരതമ്യേന നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 4 ഉച്ച കഴിഞ്ഞ് 5, 6, 10 വരെ, 6 രാത്രി 10 വരെ, അത് കഴിഞ്ഞാൽ പിന്നെ 9-ാം തീയതി രാവിലെ 9:30 ശേഷം 10, 11, അതിനുശേഷം 16 സന്ധ്യയ്ക്ക് ശേഷം 17, 18, 19, 20, 25, 26, 27, 28, 29 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ മാർച്ച് മാസം ഗുണകരം തന്നെയാണ്. മാർച്ച് മാസത്തിൻ്റെ ആദ്യത്തെ 20-25 ദിവസങ്ങൾ, അതായത് മാർച്ച് 25 വരെ ഇവർക്ക് നല്ല സാമ്പത്തികമായ ഭദ്രത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ കടബാധ്യതയിൽ വലിയൊരളവിൽ ഇവർക്ക് മോചനം കിട്ടുന്നതായി കാണുന്നു. അതല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന സാമ്പത്തിക സ്രോതസ്സിന് ആധാരമായ ചില പ്രവർത്തനങ്ങൾ, മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ അതിന് ജീവൻ വയ്ക്കുന്നു, അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറുന്നു. അത് മറ്റൊരു സാമ്പത്തിക സ്രോതസ്സായി മാറുന്നു ഭാവിയിൽ. അതുപോലെ ചില പിണക്കങ്ങൾ അവസാനിക്കുന്നു.
എന്നാൽ പിണക്കങ്ങളെന്ന് പറഞ്ഞാൽ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ സ്ത്രീ പുരുഷ ഭേദമന്യേ അവർക്കുണ്ടായിരുന്ന പ്രവർത്തന രംഗത്തെ ചില കലഹങ്ങളും പ്രശ്നങ്ങളും മാറുന്നു. അതേസമയം ഈ തുലാക്കൂറിൽപ്പെട്ടവർക്ക് ദാമ്പത്യ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ഒരുപക്ഷെ ജീവിത പങ്കാളിക്കുണ്ടാകുന്ന ആരോഗ്യ സംബന്ധം, അതല്ലെങ്കിൽ ജീവിത പങ്കാളികൾ പരസ്പരം തമ്മിലുള്ള അല്ലെങ്കിൽ പരസ്പരമുള്ള ഈ അവഗണന മൂലം ഉണ്ടാകാവുന്ന ചില വിഷമങ്ങൾ, സാമ്പത്തികമായി സഹായിക്കാത്തതിൻ്റെ പേരിലുള്ള വിഷമങ്ങൾ, അങ്ങനെ നാനാവിധത്തിലുള്ള വിഷമങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഈ പറയുന്ന തുലാക്കൂറിൽപ്പെട്ട സ്ത്രീ പുരുഷ ഭേദമന്യേയുള്ള നക്ഷത്രക്കാരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെയും തന്നെ ഈശ്വരാധീനത്തിൻ്റെ പേരിൽ മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചിലപ്പോൾ ഒരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ ഗൗരവം കുറഞ്ഞ അവസ്ഥയിലേക്ക് മാറി അത് പിന്നീടങ്ങും പൂർണ്ണമായി അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ ഇവർക്കിപ്പോൾ സന്താനങ്ങളെ ചൊല്ലിയുള്ള ചില ആശങ്കകളും ഉണ്ടാകാം. ഒരുപക്ഷെ അതുമാകാം ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ. സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ വരുമ്പോൾ അതിന് കാരണക്കാർ ദമ്പതികൾ തന്നെയാണ് അല്ലെങ്കിൽ തങ്ങൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് കലഹത്തിലേക്കും പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നമോ പഠന സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാം. രണ്ട് കാര്യങ്ങളിലാണ് പൊതുവേ ഈ കുടുംബത്തിൽ കലഹമുണ്ടാകുക. കുട്ടികൾ നേരെ പഠിച്ചില്ലെങ്കിൽ മാതാപിതാക്കളുടെ കലഹമുണ്ടാകാം. കുട്ടികൾക്ക് എന്തെങ്കിലും അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും ചിലപ്പോൾ ഇതൊക്കെ വരാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ട് എന്ന് പറയാനാവില്ലെങ്കിലും ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മാർച്ച് മാസത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മാർച്ച് മാസം മുഴുവനും അത് കാണുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അവസാന വാരം, മാർച്ച് മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ച അത് വലിയൊരു കലഹത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നു. ഈശ്വരാധീനം നല്ലവണ്ണം അത്തരം കാര്യങ്ങളിലുണ്ട്. നല്ല വരുമാനമുണ്ടാകുന്നു, കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു, പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങളൊക്കെ മാറുന്നു. പൊതുവെ ഗുണകരം തന്നെയാണ് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ കുടുംബത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങളെന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ തീരാവുന്നതേ ഉള്ളൂ. വലിയ ദോഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ പരസ്പരം അങ്ങേയറ്റത്തെ സുതാര്യതയോടുകൂടി ഒരു മറച്ചുവയ്പ്പുമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോയാൽ ഏത് ബന്ധവും നല്ല രീതിയിലേ മുന്നോട്ട് പോവുകയുള്ളൂ. അത്തരം കാര്യങ്ങൾ പ്രത്യേകമായി തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4 ഉച്ചവരെ, അത് കഴിഞ്ഞാൽ 6-ാം തീയതി രാത്രി 10 മണിക്ക് ശേഷം 8, 9 രാവിലെ 9:30 വരെ, അത് കഴിഞ്ഞാൽ 12, 13, 14 രാവിലെ 9:45 വരെ, ശേഷം 19, 20, 21, 22, അത് കഴിഞ്ഞാൽ പിന്നെ 27 രാവിലെ 9:45 ശേഷം 28, 29, 30, 31 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഭാഗ്യത്തിൻ്റെ മാസമാണ് മാർച്ച് മാസം എന്ന് പറയാം. അനുഗ്രഹത്തിൻ്റെ, ദേവീകടാക്ഷത്തിൻ്റെ മാസമാണ്. പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുന്ന ഒരു മാസമായിട്ട് കാണുന്നു. വരുമാനത്തിൽ വർധനവുണ്ടാകുന്നു. വരുമാനത്തിന് വർധനവുണ്ടാകുന്ന കർമ്മങ്ങളിൽ കൂടുതലായി ഇവർ വ്യാപൃതരാകുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാവുന്നു. വിവാഹം ഉൾപ്പെടെയുള്ള മംഗളകാര്യങ്ങളിൽ ഇവർക്ക് ഗുണമുണ്ടാകുന്നു. ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ മുഖേനയും അതുപോലെ വൃശ്ചികക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാർ മുഖേനയും നല്ല സഹായമുണ്ടാകുന്നതായി കാണുന്നു. പ്രണയം സാഫല്യമണയുന്നു. അതുപോലെ തന്നെ മാതാവിനുണ്ടായിരിക്കുന്ന ശാരീരിക അവശതകൾക്ക് കുറേ മാറ്റമുണ്ടാകുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത, ഒരുപക്ഷെ മാതാവിന് വീട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ ഈ സന്താനങ്ങൾക്ക് മറ്റൊരു രാജ്യത്തേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ മാറിപ്പോകേണ്ടതായി വരാനുള്ള സാധ്യത, വേറൊരു വീട്ടിലേക്ക് താമസം മാറുന്നതും ആകാം ഇതിന് പരിഹാരം. അതല്ലെങ്കിൽ സ്വന്തം വീടൊന്ന് മാറ്റി അതിൻ്റെ ആന്തരികവും ബാഹ്യവുമായ അന്തരീക്ഷമൊക്കെ മാറ്റി അതിനെ ഒരു പുതുമോടിയിലാക്കുകയും ഒക്കെ ചെയ്യാം. മാതാവിന് ത്വക്ക് സംബന്ധമായ അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനത്തിൻ്റെ ആന്തരിക സ്ഥലങ്ങൾ, അതായത് ഇന്നർ റീജിയൻസ് വളരെ അണുവിമുക്തമാക്കണമെന്ന് പറയേണ്ടിയിരിക്കുന്നു വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മിക്ക വണ്ടികളും ഇപ്പോൾ AC-യാണ്. AC അന്തരീക്ഷം എപ്പോഴും അണുവിമുക്തമാക്കി വച്ചില്ല എങ്കിൽ അതിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് ദോഷമുണ്ടാകുമെന്ന് തന്നെയാണ് മെഡിക്കൽ പരിശോധനകളിൽ പറയുന്നത്. അത് പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളണം. അണുബാധയുടെ ഗ്രഹങ്ങൾ, ജ്യോതിഷത്തിൽ അണുബാധ സമ്മാനിക്കുന്ന ഗ്രഹങ്ങൾ അത്തരം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് പറയേണ്ടി വരുന്നതാണ്.
അതുപോലെ ഈശ്വരാധീനത്തിൻ്റേതായ സർവേശ്വരനായ വ്യാഴം അനിഷ്ടസ്ഥാനത്താണ് സഞ്ചരിക്കുന്നതെങ്കിലും 8ലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ശുക്രൻ്റെ 5ലെ ഉച്ചാവസ്ഥയിലെ നില സ്വാഭാവികമായും ഇവർക്ക് വലിയ ഭാഗ്യത്തെ സമ്മാനിക്കുമെന്ന് വേണം ചിന്തിക്കാൻ. 11ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതുകൊണ്ട് വരുമാനത്തിൻ്റെ കാര്യത്തിലും സർവ്വ ആഗ്രഹങ്ങളും സാധിക്കുന്ന കാര്യത്തിലും വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 26-ാം തീയതി വരെയും ഗുണമാണ്. 26-ന് ശേഷം മാർച്ച് 31 വരെയുള്ള കാലത്തിൽ അവർക്ക് ദാമ്പത്യ സംബന്ധമായ പ്രശ്നങ്ങളോ ഉദരസംബന്ധമായ രോഗങ്ങളോ, ചിലർക്കെങ്കിലും ചിലപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ഉദരസംബന്ധമായ വ്യാധിക്ക് വിധേയനാകേണ്ടിയോ വരുന്നതായി കാണുന്നുണ്ട്. എന്നാൽ പൊതുവേ ഇവർക്ക് ഗുണകരം തന്നെയാണ്. വ്യാഴത്തിൻ്റെ 2ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഇവർക്ക് സാമ്പത്തിക നേട്ടത്തിൻ്റെ ഒരു വലിയ ഉദാരത തന്നെ കാണിക്കുന്നുണ്ട്. ഈ മാർച്ച് മാസത്തിൽ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മംഗളകർമ്മം നടക്കാം. അതുപോലെ തന്നെ മറ്റ് മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളാനുള്ള സാധ്യതയും വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര തരപ്പെടാനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സജീവമാകാനും വരുമാനം ലഭിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മാതാവിന് വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, മാതാവുമൊത്തു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും സൂക്ഷിക്കണം. വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വളരെ പെട്ടെന്ന് ചില സാഹസിക കർമ്മങ്ങളിൽ പങ്കെടുക്കുക വഴി ശരീരത്തിന് തേയ്മാനമുണ്ടാകാനോ എല്ലിനോ പേശികൾക്കോ മുറിവുണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2, 3, 4, 5, 6 രാത്രി 10 വരെയും, പിന്നെ 9-ാം തീയതി രാവിലെ 9:30 ശേഷം 10, 11, 14 രാവിലെ 9:45 കഴിഞ്ഞ് 15, 16 സന്ധ്യ വരെയും, അത് കഴിഞ്ഞാൽ 21, 22, 23, 24 ശേഷം 29, 30, 31 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. 29 ഉച്ച കഴിഞ്ഞ് 30, 31 ദിവസങ്ങളും വൃശ്ചികക്കൂറിന് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. കുടുംബ സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ ഓഫീസ് സംബന്ധമായ കാര്യങ്ങളിലും കുറച്ചുകൂടി അയവ് വരുന്നതായും ഈശ്വരാധീനം വരുന്നതായും കാണുന്നു. തടസ്സങ്ങൾക്കൊരു മാറ്റമുണ്ടാകുന്നു. മാതാവുമൊത്ത് ഉള്ള ജീവിതം, അതുപോലെ മാതാവിൻ്റെ ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധ, ഇതൊക്കെ ഉണ്ടാകുന്നു ഈ മാസത്തിൽ. പുതിയ വാഹനം വരുന്നു, വീടിൻ്റെ ആന്തരിക ഭാവം മാറുന്നു, അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്നു. വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളോ വാടക സംബന്ധമായ പ്രശ്നത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹൃതമാവുന്നു. പുതിയ സ്ഥലത്തേക്കോ പുതിയ ജോലി സ്ഥലത്തേക്കോ താമസം മാറുന്നു. ഒന്നുകിൽ ഇവരുടെ നിലവിലുള്ള പദവി മാറുന്നു, അല്ലെങ്കിൽ നിലവിൽ ഇവർ ചെയ്യുന്ന ആ ജോലി സ്ഥലത്തിൻ്റെ അന്തരീക്ഷം മാറുന്നു. അവിടുത്തെ അന്തരീക്ഷം ഇവർക്ക് വളരെ അനുമോദനവും അതുപോലെ തന്നെ ആനന്ദദായകവുമായി മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്ക് അറുതി വരുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ സൗഹാർദ്ദങ്ങൾ, മനസന്തോഷത്തിന് ഇടം നൽകുന്ന മുഹൂർത്തങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നു. ലോട്ടറി അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ചില കർമ്മ പദ്ധതികളിൽ കൂടുതൽ സാമ്പത്തിക നേട്ടമോ ഉണ്ടാകുന്നു. ജീവിത പങ്കാളിക്ക് വിദേശത്ത് ജോലി കിട്ടുകയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ചില പ്രോജക്റ്റുകളിൽ പങ്കെടുക്കാനോ സാധിക്കുന്നു. സ്വന്തം സന്താനങ്ങളുടെ ജീവിത വൃത്തിയിൽ മാറ്റമുണ്ടാകുന്നു. അവരുടെ മംഗളകർമ്മങ്ങൾ നടക്കുന്നു, വിവാഹ സംബന്ധമായ കാര്യങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട പഠനത്തിനോ ജോലിക്കോ ഉള്ള കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. അരക്കെട്ടിൻ്റെയും അതുപോലെ തന്നെ വസ്തിപ്രദേശത്തിൻ്റെയും അസുഖം വർദ്ധിക്കുന്നുണ്ട് ഈ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. കാരണം അവർക്ക് പേശി സംബന്ധമായ ചില പ്രശ്നങ്ങൾ, നട്ടെല്ല് സംബന്ധമായ ചില പ്രശ്നങ്ങൾ, അപ്പോൾ ഈ സയാറ്റിക് നെർവ് പോലെയൊക്കെ ഉള്ളിടത്ത് പാദങ്ങളിലേക്കുള്ള ഈ സ്പർശനശേഷിയോ പാദങ്ങൾക്കുള്ള പേശി സംബന്ധമായ സങ്കോചം മൂലമുണ്ടാകാവുന്ന ചില അരക്ഷിതാവസ്ഥയോ ഒക്കെ ഉണ്ടാകാം. തുടയുടെ പുറകുവശം വഴി കാലിന് പേശികൾക്കൊക്കെ വേദനയുണ്ടാകാം. നടത്തത്തിൻ്റെ ആ ഒരു ക്രമാനുഗതമായ താളത്തിനൊക്കെ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ മെഡിക്കേഷൻ, എക്സസൈസ് ഇതൊക്കെ ആവശ്യമാണ് ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. എന്നാലും പൊതുവേ ഇവർക്കിപ്പോൾ ജീവിതം, കർമ്മം ഈ രണ്ട് ഭാവങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കാനുള്ളൊരു മനസാന്നിധ്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. തങ്ങളുടെ കർമ്മം ഏറ്റവും നന്നായി ചെയ്യാനും എതിരെയുള്ള തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുമുള്ള ഒരു ഈശ്വരാധീനം ഇവരിലേക്ക് വന്നിരിക്കുന്നു. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം തന്നെ ഇവർക്ക് ഈശ്വരാധീനം, ദൈവീ കടാക്ഷം ലഭിക്കുന്നു. കർമ്മരംഗം കുറച്ചുകൂടി ആയാസരഹിതമാകുന്നു. സാമ്പത്തിക നേട്ടമുണ്ടാകാവുന്നു. രോഗസംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു. വസ്തിപ്രദേശം, നട്ടെല്ല്, ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത്
4 ഉച്ച കഴിഞ്ഞ് 5, 6, 7, 8, 9 രാവിലെ 9:30 വരെ, ശേഷം 12, 13, 14 രാവിലെ 9:45 വരെ, അത് കഴിഞ്ഞാൽ പിന്നെ 16 സന്ധ്യയ്ക്ക് ശേഷം 17, 18, പിന്നെ 23, 24, 25, 26, 27 രാവിലെ 9:45 വരെ ഇവർക്ക് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റവും ഉത്സാഹവുമൊക്കെ മാർച്ച് മാസത്തിൽ പൊതുവെ കാണുന്നുണ്ട്. മാർച്ച് മാസത്തിൻ്റെ ആദ്യത്തെ 25 ദിവസങ്ങൾ, 1 മുതൽ 25 വരെയുള്ള ദിവസങ്ങൾ കൂടുതൽ ഉത്സാഹത്തോടു കൂടി ഇവർ പ്രവർത്തിക്കുമെന്ന് കാണുന്നു. ഇവരോട് കൂടുതൽ താല്പര്യമുള്ള, പ്രത്യേകിച്ചും മകരക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരോട് മനസ്സുകൊണ്ട് താല്പര്യമുള്ള ചില സ്ത്രീ സഹപ്രവർത്തകർ അല്ലെങ്കിൽ മേലധികാരികൾ വളരെ സഹായിക്കുമെന്ന് കാണുന്നു. സാമ്പത്തികമായ ഉന്നമനത്തിനും കർമ്മരംഗത്ത് ഇവർക്ക് പിടിച്ചു നിൽക്കാനുമുള്ള ഇത്തരം സഹായം ഇവരെ ജീവിതത്തിൻ്റെ വലിയൊരു മാറ്റത്തിലേക്ക് വഴിതെളിക്കുമെന്ന് കാണുന്നുണ്ട്. ചില പുതിയ കലാപ്രവർത്തനങ്ങൾ, പുതിയ ആശയങ്ങൾ ഇത് ഇവരുടെ കർമ്മരംഗത്തെ കൂടുതൽ മനോഹരമാക്കുകയും കൂടുതൽ സുശക്തമാക്കുകയും ജോലിയിലോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലോ ആത്മവിശ്വാസത്തോടെ ഉറച്ചു നിൽക്കാനും ഇവരെ പ്രേരിപ്പിക്കുന്നു. സാമ്പത്തികമായി ചില പരാധീനതകളുണ്ട്. സാമ്പത്തികത്തിൻ്റെ പേരിൽ ചില ശത്രുതകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം മാർച്ച് മാസത്തിൽ മാറ്റമുണ്ടാകുന്നതായിട്ടും ആ ദോഷവശങ്ങൾക്ക് അറുതി വരികയും നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി, ഏറ്റവും ഇഫക്റ്റീവായി, പ്രവർത്തനക്ഷമതയോടുകൂടി പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. കണ്ണുകൾക്ക് രോഗമോ അവശതയോ ഉണ്ടാകാം. അതുപോലെ പ്രായാധിക്യമുള്ളവർക്ക് ഹൃദയ പ്രശ്നങ്ങളോ പേശി സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാം. എന്നാലും തങ്ങളുടെ കഴിവുകൾ ഏറ്റവും നന്നായി, ഏറ്റവും ഇഫക്റ്റീവായി ഇവർക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് മാർച്ച് മാസം. തടസ്സങ്ങളുണ്ട്, പ്രത്യേകിച്ചും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തടസ്സങ്ങൾ ഉണ്ടാകാം, കർമ്മങ്ങൾക്ക് വിഘ്നമുണ്ടാകാം. എന്നാലും അതിനെയൊക്കെ കാരണം സാമ്പത്തിക നേട്ടം നല്ല രീതിയിൽ ഉണ്ടാകാനുള്ള കാരണം വളരെ അപ്രതീക്ഷിതമായി പോലും മാർച്ച് മാസത്തിൽ ഇവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ചില നേട്ടങ്ങളുണ്ടാവും. ആദ്യമൊക്കെ ഇവരുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ചിരുന്ന അധികാരികൾ തന്നെ വളരെ പെട്ടെന്ന് ഇവരോട് അനുനയത്തിൽ വരികയും ഇവരുടെ പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടുകയും പെട്ടെന്ന് തന്നെ ഇവർക്ക് ആവശ്യമുള്ള പണം വസൂലാക്കി കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അപ്രതീക്ഷിതമായി ധനസഹായം ഇവരിലേക്ക് എത്താം. ധനഭാവത്തിൽ 9ാം ഭാവാധിപൻ നിൽക്കുന്നതിനാൽ ഈശ്വരാധീനം നല്ലവണ്ണം വരുമാനം വരുന്ന കാര്യത്തിൽ ഇവർക്കുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ത്വക്ക് സംബന്ധമായ അസുഖമോ മുഖസംബന്ധമായ രോഗമോ പ്രത്യേകിച്ചും ദന്തരോഗമോ കർണപുടങ്ങളിൽ അസുഖമുണ്ടാവുകയോ ഒക്കെ ചെയ്യാം. അലർജി അസുഖങ്ങളാവാം കൂടുതൽ വരിക. എന്നാലും അത് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കും. അതിന് കൃത്യമായി ജാഗ്രത, മെഡിക്കേഷൻ ഇതൊക്കെ ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് മാർച്ച് മാസത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ മകരക്കൂറുകാർക്ക് എന്ന് പറയുന്നത് 1-ാം തീയതി നല്ല ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 6-ാം തീയതി രാത്രി 10 മണിക്ക് ശേഷം 7, 8, 9, 10, 11 ദിവസങ്ങളും, അത് കഴിഞ്ഞാൽ പിന്നെ 14 രാവിലെ 9:45 കഴിഞ്ഞ് 15, 16 സന്ധ്യ വരെയും, ശേഷം 19, 20 ദിവസങ്ങളും, അത് കഴിഞ്ഞാൽ പിന്നെ 25, 26, 27, 28, 29 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം 2-ൽ ശുക്രൻ ഉച്ചനായി നിൽക്കുന്നു, 5-ൽ വ്യാഴവും നിൽക്കുന്നു. ഈ 2 ഗ്രഹങ്ങളുടെ സാന്നിധ്യം ഇവരെ വലിയ നിലകളിലേക്ക് കൊണ്ടുപോകും. പ്രത്യേകിച്ചും സാമ്പത്തികമായി നല്ല നേട്ടമുണ്ടാകും. പറയുന്നതും പ്രവർത്തിക്കുന്നതും മറ്റുള്ളവർക്ക് വളരെ അഭിലഷണീയമായി തോന്നും. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി പ്രത്യേകിച്ചും കർമ്മരംഗത്ത് ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. നന്നായി സംസാരിക്കുവാനും തങ്ങളുടെ മനസ്സിലുള്ളത് ഏറ്റവും ശക്തമായി ഇംപ്രസീവായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനും കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തിൽ സാധിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം കൃത്യമായി ഇവർക്ക് വരുന്നുവെന്നാണ് കാണുന്നത്. ജോലിയിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയും പ്രവർത്തനക്ഷമതയും കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലെ ജോലിയോ ഏറ്റവും നന്നായി ചെയ്യുന്നു. വിദേശത്ത് വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് അതിന് മാറ്റമുണ്ടാകുന്നു. അതുപോലെ
പഠന സംബന്ധമായ കാര്യങ്ങളിൽ വിദേശത്തുള്ള വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. പുതിയ വീട് വയ്ക്കുകയോ വീട്ടിലുള്ള അറ്റകുറ്റപ്പണികൾ മാറ്റുകയോ ചെയ്യുന്നു. വാടക വീട്ടിൽ താമസിക്കുന്നവർ കുറച്ചുകൂടി നല്ല വാടക വീട്ടിലേക്ക് മാറാൻ സാധിക്കുന്നു. പുതിയ വാഹനം വരുന്നു, അല്ലെങ്കിൽ നിലവിലുള്ള വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ മാറ്റി അതിനെ മനോഹരമാക്കുന്നു. പൊതുവെ വീട്ടിൽ വിലപിടിപ്പുള്ള വീട്ടുപകരണങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ലഭിക്കുകയോ സമ്മാനമായി ലഭിക്കുകയോ ഒക്കെ ചെയ്യുന്നു. പൊതുവെ ഗുണകരമാണ്. എന്നാൽ ശരീരം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും കണ്ണുകൾ, ഹൃദയം, ഞരമ്പുകൾ, ഇതും പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ഇതേ സ്ഥലത്ത് കണ്ണുകൾക്കും ഞരമ്പുകൾക്കും ഹൃദയത്തിനുമൊക്കെ പ്രശ്നമുണ്ടാകാം. നേരത്തെ തന്നെ ഈ അസുഖമുള്ളവർ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പ്രായാധിക്യത്തിൻ്റെ ഫലമായി വരുന്ന ഇത്തരം അസുഖങ്ങളെ ഗൗരവത്തോടെ കാണുക. ത്വക്ക് സംബന്ധമായ അസുഖവും ഉണ്ടാകാം. വിമർശനങ്ങളെ സൂക്ഷിക്കണമെന്നും കാണുന്നു. ശത്രു ഇപ്പോഴും നിലവിലുണ്ട്. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില സംശയരോഗങ്ങൾക്കൊക്കെ ഇട കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം സുതാര്യമായി പ്രവർത്തിക്കുക എന്ന് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികത്തിന് ദോഷമില്ല, അതുപോലെ തന്നെ ഭാഗ്യത്തിനും ഇവർക്ക് അനുകൂലമായ അവസ്ഥയാണുള്ളത്. ഇത് രണ്ടുമുണ്ടെങ്കിൽ ഏതു ദോഷത്തെയും അകറ്റാൻ സാധിക്കും. ഈശ്വരൻ കൂടെയുണ്ട് എന്നുള്ള കാര്യം കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ മറക്കാതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1 തീയതി 1, 2, 3, 4 ഉച്ചവരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 9 രാവിലെ 9:45 ശേഷം 10, 11, 12, 13, 14 രാവിലെ 9:45 വരെയും, ശേഷം 21, 22, 27 രാവിലെ 9:45 ശേഷം 28, 29, 30, 31 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണും. അടുത്തത് മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. മാർച്ച് മാസം പൊതുവേ അവർക്ക് ഗുണകരമാണ്. പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു. വിവാഹം ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി മാറുന്നു. അതുപോലെ തന്നെ ചില ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. ആ ബന്ധങ്ങൾ വഴി മനസ്സിന് ഐശ്വര്യവും സമാധാനവും ജീവിതത്തിൽ പൊതുവേ ഒരു വിജയവും ഉണ്ടാകുന്നു. ഈ മീനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീ സുഹൃത്തുക്കൾ വരുന്നു. പുതിയ ബാന്ധവമുണ്ടാകുന്നു. അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ മീനക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്കും അവർക്ക് ഏറ്റവും ഇണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുന്നു. ഒരുപക്ഷേ ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന കലഹമോ സ്വരച്ചേർച്ചയില്ലായ്മയ്ക്കോ മാറ്റം വരികയും അവിടെ ഒരു പുതിയ ജീവൻ തുടങ്ങുകയും ചെയ്യുന്നതും ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാകാം. സ്വന്തം വ്യക്തിത്വം ഏറ്റവും തനതായി സൂക്ഷിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ കർമ്മരംഗത്ത് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. കലാപരമായി കഴിവുള്ളവർ മറ്റേതെങ്കിലും വിധത്തിലുള്ള സ്വന്തം ജോലിയെ ഏറ്റവും ആത്മാർത്ഥമായും കഴിവോടും കൂടി വിനിയോഗിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് അത് ഏറ്റവും നന്നായി ചെയ്യാൻ സാധിക്കുകയും അങ്ങനെ കർമ്മരംഗം ശോഭനീയമാക്കി മാറ്റാൻ സാധിക്കുകയും ചെയ്യുന്നു. ഈശ്വരാധീനം കർമ്മരംഗത്ത് നന്നായിട്ട് ഇവർക്കുണ്ട്. വരുമാനം വർദ്ധിക്കുമെങ്കിലും അതിൻ്റെ ഇരട്ടി ചിലവുണ്ടാകുന്നതായി കാണുന്നുണ്ട്. പ്രിയത്വം മാർച്ച് മാസത്തിൽ ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വർദ്ധിക്കാനിടയുണ്ട്. ആഭരണങ്ങൾ വാങ്ങുക, വസ്ത്രങ്ങൾ വാങ്ങുക, വീട്ടുപകരണങ്ങൾ വാങ്ങുക, നല്ല ഭക്ഷണം കഴിക്കാൻ ഏത് വലിയ ഹോട്ടലിലേക്കുമൊക്കെ പോവുക, നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക തുടങ്ങി നിരവധി പണം എത്രമാത്രം കയ്യിൽ നിന്ന് ഊരിപ്പോകുമോ അങ്ങനെ ഊരിപ്പോകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാനുള്ള മനസ്സുണ്ടാവും. പക്ഷേ ഭയക്കണ്ട, സാമ്പത്തികം ഇവരിലേക്ക് വന്നു ചേരുമെന്നും കാണുന്നുണ്ട്. ചെലവ് ഇരട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലെന്നേ പറഞ്ഞുള്ളൂ. ആരോഗ്യം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും പിതാവിൻ്റെ ആരോഗ്യാവസ്ഥ അത്ര നല്ലതല്ല. അതുപോലെ യാത്രാവേളയിൽ ചിലപ്പോൾ ഹൃദയത്തിനോ കണ്ണിനോ പേശികൾക്കോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാദസംബന്ധമായ അസുഖങ്ങളുള്ളവരും ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ താരതമ്യേന പറയാവുന്നത് 2, 3, 4, 5, 6 രാത്രി 10 വരെയും, ശേഷം 12, 13, 14, 15, 16 സന്ധ്യ വരെയും, അത് കഴിഞ്ഞാൽ 19, 20, 23, 24, ശേഷം 29 ഉച്ച കഴിഞ്ഞ് 30, 31 താരതമ്യേന ഗുണമുള്ളതാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ഓം ശനൈശ്വരായ നമ എന്നാണ് ശരിയായ ഉച്ചാരണം. മന്ത്രത്തിൻ്റെ ഉച്ചാരണങ്ങൾ തെറ്റാൻ പാടില്ല. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദോഷ പരിഹാരത്തിന് ചാരവശാൽ ശനി കണ്ടകശനിയായോ അഷ്ടമശനിയായോ ഏഴരശനിയായോ നിൽക്കുന്നവർക്കും, അതുപോലെ തന്നെ ശനി ദശയിൽ പാപഗ്രഹങ്ങളുടെ സ്വാധീനമുള്ള കൃത്യമായി ശനീശ്വരൻ്റെ നവഗ്രഹങ്ങളിൽ ശനീശ്വരൻ്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശനീശ്വരനോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിക്കോ ധർമ്മശാസ്താവിനോ നീരാഞ്ജനം കഴിപ്പിക്കുക. ശനിയാഴ്ച ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതെ വ്രതശുദ്ധി പാലിക്കുക. അതുപോലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക.
നീരാഞ്ജനം കഴിപ്പിക്കുക, കടുംപായസം കഴിപ്പിക്കുക, എല്ലാം ശനിദോഷ പരിഹാരത്തിന് ഏറ്റവും ഉത്തമമായ പരിഹാര മാർഗങ്ങളാണ്. അതുപോലെ തന്നെയാണ് വ്യാഴദോഷത്തിനും ചെയ്യേണ്ടത്. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. അതുപോലെ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നവഗ്രഹങ്ങളിൽ വ്യാഴപ്രീതി വരുത്തുക, കൃത്യമായി മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക. അതുപോലെ പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കലും വളരെ നല്ലതാണ്. ഓം നാഗായ നമ എന്ന് ജപിക്കാം നാഗദോഷ പരിഹാരങ്ങൾക്ക്. നാഗരാജാവിനും നാഗദൈവങ്ങൾക്കും 100 പാലും കൊടുക്കുക. അതുപോലെ തന്നെ കേതുദോഷ പരിഹാരത്തിന് ഗണപതിയെ സ്തുതിക്കുക. ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുക. ഗണപതിക്ക് കർഗമാല അർപ്പിക്കുക, നാളികേരം മുടയ്ക്കുക, ഉണ്ണിയപ്പ നിവേദ്യം നടത്തുക. എല്ലാവർക്കും നല്ലൊരു മാസമാവട്ടെ മാർച്ച് എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.